മക്കളുടെ ഭാവിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക. പലപ്പോഴും ഈ അന്വേഷണത്തിൻ്റെ ഒരു ഗതി നമ്മൾക്ക് തോന്നിയിട്ടുള്ളത് എൻട്രൻസ് എക്സാമിനേഷന് മറ്റൊരു ചരിത്രം ഹാർവസ്റ്റിന് പറയാനുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഷംസുദ്ദീൻ, ഡയറക്ടർ, ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. പരീക്ഷാ കാലത്തിലൂടെയാണ് നമ്മുടെ മക്കളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് SSLC എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. CBSE എക്സാം വരാൻ പോവുകയാണ്. രക്ഷിതാക്കളെല്ലാം വലിയ ആശങ്കയിലാണ്. മക്കളുടെ ഭാവിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക. അവർക്കെങ്ങനെ സുരക്ഷിതമായ വിദ്യാഭ്യാസം നൽകാൻ പറ്റും, എങ്ങനെ അവരുടെ ഭാവി ഉഷാറാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് എല്ലാ സമയത്തും നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഹാർവസ്റ്റും അങ്ങനെ തന്നെയാണ്. ഹാർവസ്റ്റിൽ എത്തിപ്പെടുന്ന കുട്ടികൾക്ക് എങ്ങനെ മികച്ച ഭാവി നൽകാം, അവരെങ്ങനെ വിവിധ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, എൻട്രൻസ് മേഖലകളിൽ എത്തിക്കാം എന്നതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുകയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹാർവസ്റ്റ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ മീഡിയയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ എവിടെ ഏൽപ്പിക്കാം, ഏത് കോഴ്സ് അവർക്ക് നൽകാം, അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് അവരെ എത്രയും പെട്ടെന്ന് എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ്, അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ. പലപ്പോഴും ഈ അന്വേഷണത്തിൻ്റെ ഒരു ഗതി നമ്മൾക്ക് തോന്നിയിട്ടുള്ളത് സ്ഥാപനങ്ങളുടെ അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചായിരിക്കും പലപ്പോഴും പല രക്ഷിതാക്കളും കൂടുതലായിട്ട് നോക്കുന്നത്. നല്ല അടിപൊളി സംവിധാനമാണോ അവിടെ ഉള്ളത്, നല്ല മക്കൾക്ക് നന്നായിട്ട് അവിടെ താമസിക്കാൻ പറ്റിയ നല്ല ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ എന്നതിലായിരിക്കും കൂടുതൽ രക്ഷിതാക്കളും കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ സ്ഥാപനത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അക്കാഡമിക് സ്റ്റാറ്റസിൽ അവരെവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് നിങ്ങളുടെ അന്വേഷണമെങ്കിൽ ഹാർവസ്റ്റിന് ചിലത് നിങ്ങളോട് പറയാനുണ്ട്. ഹാർവസ്റ്റ് ഹയർ സെക്കൻഡറി എക്സാമിൽ, ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി എക്സാമിൽ മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനത്താണ്. 66 കുട്ടികൾ എക്സാം എഴുതിയതിൽ 6 കുട്ടികൾക്ക് ഫുൾ മാർക്കാണ്. 57 കുട്ടികൾക്ക് 90% മുകളിൽ മാർക്കാണ്. ഈ കുട്ടികൾ ആരും 10th വലിയ റിസൾട്ടോട് കൂടി വന്ന കുട്ടികളല്ല. 10th ഫുൾ A+ ഇല്ലാത്ത, എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ ഇല്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് ഹാർവസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കൃത്യമായ പരിശീലന പദ്ധതിയിലൂടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ടാണ് അത്. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്ഥാപനങ്ങളുടെ ഫെസിലിറ്റീസിൻ്റെ പിന്നിൽ പോകാതെ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക് ചാർട്ട് കൂടി നോക്കുന്നത് നന്നായിരിക്കും. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവർക്ക് നല്ല കോച്ചിങ് ആണ് കൊടുക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നല്ല പ്രൊഫഷണൽ രംഗത്ത് നിങ്ങൾ എത്തിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹാർവസ്റ്റിൻ്റെ 7 വർഷത്തെ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോ ലെവലിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൃത്യമായ
പാഠ്യപദ്ധതി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൃത്യമായ എക്സാമിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടിൽ അവരെ എത്തിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ഈ 7 വർഷത്തെ ഹാർവസ്റ്റിംഗ് എക്സലൻസ്, ഈ 7 വർഷത്തെ ഹാർവസ്റ്റിൻ്റെ റിസൾട്ട്. ഇത് ഞാൻ പറഞ്ഞത് ബോർഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടാണ്. എൻട്രൻസ് എക്സാമിനേഷന് മറ്റൊരു ചരിത്രം ഹാർവസ്റ്റിന് പറയാനുണ്ട്. വിവിധ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിൽ കിട്ടിയ കുട്ടികളുടെ റിസൾട്ട് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ, രക്ഷിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ചരിത്രം ഹാർവസ്റ്റിന് പറയാനുണ്ട്. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം, 1 വർഷം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം പ്ലസ് 1ഉം പ്ലസ് 2ഉം ഹാർവസ്റ്റിൽ പഠിച്ച് ശേഷം ഹാർവസ്റ്റിൻ്റെ റിപ്പീറ്റേഴ്സ് കോഴ്സിൽ പഠിച്ച് റിസൾട്ട് നേടിയെടുത്ത ഒട്ടനവധി കുട്ടികളുടെ റിസൾട്ട് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുണ്ട് ഹാർവസ്റ്റിൽ. അത് മെഡിക്കൽ റിസൾട്ട് ഉണ്ട്, എഞ്ചിനീയറിങ്ങിൻ്റെ NITയിൽ കിട്ടിയ കുട്ടികളുടെ റിസൾട്ട് ഉണ്ട്, മെഡിക്കലും എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കോഴ്സുകളിൽ വന്ന കുട്ടികളുടെ റിസൾട്ടുകളും ഒരുപാടുണ്ട്. ഇതെല്ലാം തന്നെ തെളിയിക്കുന്നത് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഹാർഡ് വർക്ക് കുട്ടികൾക്ക് വേണം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം വർക്ക് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. ഇതാ 10th കഴിഞ്ഞ രക്ഷിതാക്കളുടെ മുന്നിലേക്ക് ഹാർവസ്റ്റിൻ്റെ പ്ലസ് 1 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. 10th SSLC എക്സാം കഴിഞ്ഞതിന് ശേഷം പ്ലസ് 1 പ്ലസ് 2 സയൻസ് കോഴ്സ് എടുത്തുകൊണ്ട് പഠിക്കാനാണ് നിങ്ങളുടെ മക്കൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ പരിമിതമായ സീറ്റുകളിലേക്ക് കേരള സിലബസിലുള്ള പരിമിതമായ സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ രക്ഷിതാക്കൾ ആലോചിക്കുന്നുണ്ടാവാം 10th റിസൾട്ട് വരണ്ടേ എന്നുള്ളതാണ്. 10th റിസൾട്ടിന് മുമ്പ് തന്നെ ഹാർവസ്റ്റിൽ അഡ്മിഷൻ തുടങ്ങുകയായി. ഹാർവസ്റ്റിൽ അഡ്മിഷൻ കിട്ടുന്നതിന് നിങ്ങൾ ഹാർവസ്റ്റ് 10th കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ്. 40 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്നുള്ള അവരുടെ 10th സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 1.5 മാസത്തോളം വരുന്ന ബ്രിഡ്ജ് കോഴ്സാണ് അവർക്ക് വരുന്നത്. റിസൾട്ട് വന്നതിന് ശേഷം, SSLCയുടെ റിസൾട്ട് അല്ലെങ്കിൽ CBSEയുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പ്ലസ് 1 കോഴ്സിലേക്ക് ഹാർവസ്റ്റിൽ ചേരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ബ്രിഡ്ജ് കോഴ്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കോവിഡിൻ്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ മക്കൾ ഹൈസ്കൂൾ കാലഘട്ടം കഴിഞ്ഞു വന്നത്. ഒരുപാട് കൺസെപ്റ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ 10th നിന്ന് മെല്ലെ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനൊരു ബ്രിഡ്ജ് അത്യാവശ്യമാണ്. ആ ബ്രിഡ്ജാണ് 1.5 മാസത്തോളം ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ബ്രിഡ്ജിലൂടെ വളരെ വേഗത്തിൽ പ്ലസ് 1ൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി, പ്ലസ് 1ൻ്റെ വെയിറ്റേജ് അവർ മനസ്സിലാക്കി, വളരെ വേഗത്തിൽ തന്നെ പ്ലസ് 1 സിലബസുമായിട്ട് അവർ പൊരുത്തപ്പെടുന്നു. ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് കിട്ടാത്തൊരു കുട്ടി സ്വാഭാവികമായിട്ടും സയൻസ് സബ്ജക്റ്റ് എടുക്കുകയാണ് എങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് വന്നിട്ട് അവർ പറയും. അപ്പം നിർബന്ധമായിട്ടും ബ്രിഡ്ജ് കോഴ്സിന്, ഈ ഒരു ബ്രിഡ്ജ് പ്ലാറ്റ്ഫോമിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് പ്ലസ് 1ലേക്ക്, ഹാർവസ്റ്റിൻ്റെ പ്ലസ് 1 സയൻസ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ഒരിക്കലും ഈ റിസൾട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം
+2 കൂടിയിട്ട് അവർക്ക് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ ഏകദേശം 1 മാസത്തോളമായി കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചൊരു വിജ്ഞാപനം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊന്നുമല്ല, ഇനിയുള്ള കേന്ദ്ര ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ പോകുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കുമുള്ള പ്രൊഫഷണൽ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ, പ്രൊഫഷണൽ കോഴ്സിൻ്റെ അഡ്മിഷൻ നടക്കുന്നത് എൻട്രൻസ് ടെസ്റ്റിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻട്രൻസ് എക്സാമുകളുടെ വെയിറ്റേജ് കൂടി വരികയാണ്. പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെതായ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസ് എക്സാമിനേഷന് വെയിറ്റേജ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ ഒരിക്കലും ബോർഡ് എക്സാം ലെവലിൽ നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു +1 +2 നല്ല മാർക്ക് ഉണ്ടായി പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് അവർക്കൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്താൻ പറ്റില്ല. പെട്ടെന്ന് അവർക്കൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തണമെങ്കിലും അതല്ലെങ്കിൽ അവരുദ്ദേശിച്ച രീതിയിലുള്ള കരിയർ അവർക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിലും എൻട്രൻസ് കോഴ്സിന് വേണ്ടിയിട്ട് എൻട്രൻസ് പ്രിപ്പറേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്ത സിലബസ് അല്ലെങ്കിൽ ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ എൻട്രൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കോഴ്സാണ്. ഒരിക്കലും ബോർഡ് എക്സാമിനേഷന് അവരെ നല്ല മാർക്ക് ഉണ്ടാക്കുന്ന കുട്ടികളാക്കി മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് ബോർഡ് എക്സാമിനേഷന് നല്ല മാർക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ +2 കഴിഞ്ഞതിന് ശേഷം നീറ്റ് എക്സാം അല്ലെങ്കിൽ JEE എക്സാം അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾ അവർ എഴുതിയിട്ട് നല്ല കോളേജുകളിൽ, ഇന്ത്യയുടെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ അവർ പഠിച്ചിട്ട് അവരുടെ പ്രൊഫഷണൽ കോഴ്സ് അവർ പഠിച്ചിട്ട് കൃത്യമായിട്ട് അവർക്ക് അവരുടെ കരിയർ നിർമ്മിച്ചെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് എൻട്രൻസ് എക്സാമുകൾക്ക് പ്രാധാന്യം കൊണ്ടുള്ള ഹയർ സെക്കൻഡറി കോഴ്സാണ്, +1 കോഴ്സാണ് ഹാർവസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ കേരളത്തിൻ്റെ വിവിധ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിച്ച ഒരുപാട് വർഷത്തെ പരിചയ സമ്പന്നരായ അധ്യാപകരാണ് ഇവർക്ക് മുന്നിൽ ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ക്ലാസ്സിന് ശേഷം അവർക്കുണ്ടാവുന്ന ചാപ്റ്റർ വൈസ് എക്സാമുകളിലൂടെയും അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന മെഗാ ടെസ്റ്റുകളിലൂടെയും അവർ കടന്നു പോകുമ്പോൾ വളരെ വേഗം അവർ എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും +2 കഴിയുന്നതോടുകൂടി +2ന് ശേഷം അവർക്ക് നന്നായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ഹാർവസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നന്നായിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് അവർ പഠിക്കുകയാണ് എങ്കിൽ റിപ്പീറ്റ് ചെയ്യാതെ 1 വർഷം കളയാതെ അവർക്ക് സുഖകരമായിട്ട് അവർക്ക് ഈ നീറ്റ് അല്ലെങ്കിൽ JEE എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലേക്ക് കൃത്യമായിട്ട് തന്നെ അവർക്ക് പോകാൻ പറ്റും. അതിൽ യാതൊരുവിധ സംശയമില്ല. അതിന് വേണ്ട മെറ്റീരിയൽസുകൾ, അതിന് വേണ്ട ക്ലാസ്സുകൾ, അതിന് വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഹാർവസ്റ്റും അവർക്ക് കൃത്യമായിട്ട് കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് കൃത്യമായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യാം. അതുകൊണ്ട് രക്ഷിതാക്കൾ ആ കാര്യത്തിൽ യാതൊരുവിധ സംശയം പ്രകടിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. കൃത്യമായിട്ട് അവരെങ്ങനെയാണ് സ്ട്രീം ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് എത്തിക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ധാരണ, കൃത്യമായൊരു ഫൗണ്ടേഷൻ ഹാർവസ്റ്റിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർവസ്റ്റിൻ്റെ ഡയറക്ടേഴ്സ് നേരിട്ട് നടത്തുന്ന റെസിഡൻഷ്യൽ സംവിധാനത്തിലുള്ള റെസിഡൻഷ്യൽ സംവിധാനത്തിലാണ് നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സെപ്പറേറ്റഡായ റെസിഡൻഷ്യൽ സംവിധാനത്തിലുള്ള ഹോസ്റ്റലാണ് ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഹാർവസ്റ്റിലെ ഡയറക്ടേഴ്സ് നേരിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വളരെ അത്യാവശ്യമാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിലേക്ക് അവർ കടന്നെത്തുന്നതിന് വളരെ അത്യാവശ്യമാണ് റെസിഡൻഷ്യൽ സംവിധാനത്തിലുള്ള കോച്ചിങ്. ഹാർവസ്റ്റിൻ്റെ ഡയറക്ടേഴ്സാണ് ആ ഒരു ഹോസ്റ്റൽ സംവിധാനം നേരിട്ട് കൺട്രോൾ ചെയ്ത് നടക്കുന്നത്. അവരുടെ പഠന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഹാർവസ്റ്റിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്നൊരു സുരക്ഷിതത്വം രക്ഷിതാക്കളുടെ മുന്നിൽ ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് കുട്ടികൾ പോയിട്ട്
കുറച്ച് റിസൾട്ടുകൾ കാണിക്കുന്ന സെൻറ്ററുകളുടെ പിന്നാലെ പോവാതെ, എന്ന് വെച്ചാൽ വിജയിക്കുന്ന കുട്ടികളുടെ സന്തോഷം മാത്രം പുറത്തേക്ക് ഷെയർ ചെയ്യുന്ന, തോൽക്കുന്ന കുട്ടികളുടെ വേദനകൾ ആരും അറിയാത്ത സെൻറ്ററുകളുടെ പിന്നാലെ പോവാതെ, അതല്ല എങ്കിൽ നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത അക്കാഡമിക് എക്സലൻസ് വളരെ കുറഞ്ഞ സെൻറ്ററിൻ്റെ പിന്നാലെ പോവാതെ അക്കാഡമിക് എക്സലൻസ് കൂടിയ സെൻറ്ററിൻ്റെ പിന്നാലെ നിങ്ങൾ പോവുക. അത്തരത്തിലുള്ള ഒരു സെൻറ്ററാണ് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു സെൻറ്ററാണ് ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഹാർവസ്റ്റിൻ്റെ ഹാൾമാർക്ക് തന്നെ അതാണ്. പഠനമാണ് പ്രധാനം, റിസൾട്ടിലാണ് കാര്യം. രക്ഷിതാക്കൾ എല്ലാവരും മക്കളുടെ ഭാവി സുരക്ഷിതമാണ് ഞങ്ങളുടെ കയ്യിൽ എന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ മക്കളുടെ അഡ്മിഷൻ ഹാർവസ്റ്റിൻ്റെ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പുവരുത്താം. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ 10th റിസൾട്ട് ഭദ്രമാവട്ടെ, നന്നാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു.